നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുകയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി എന്നുള്ളത്. പാകിസ്ഥാന് നൽകാവുന്ന നല്ല തിരിച്ചടിയാണ് അതെന്ന് പലരും പറയുന്നു. ഏത് രീതിയിലാണ് ഇത് പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്നത്? ഒപ്പം ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനം 65 വർഷങ്ങൾക്ക് ശേഷം എടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നീത്തു, ഇതിനകത്ത് ആളുകൾ കരുതുന്നത് പോലെ ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ തുടങ്ങി അവരുടെ വെള്ളം കൂടി മുട്ടും, അവരുടെ കൃഷിയുടെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരും, അല്ലെങ്കിൽ അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റാണ്. നമ്മൾ ഇത് വിചാരിക്കുന്നതിനേക്കാളും വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ മെക്കാനിസമാണ് ഇപ്പോൾ ഉള്ളത്. അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും സമീപ ഭാവിയിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതേക്കുറിച്ച് പറയാം. പക്ഷെ ആദ്യമായിട്ട് എന്താണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി? 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ലോക ബാങ്ക്, അതായത് വേൾഡ് ബാങ്കാണ് അതിനുള്ള പ്രധാനമായ മധ്യസ്ഥത വഹിച്ചത്. ഈ സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം ഒരു 6 നദികളാണ് ഈ ചേർന്നിട്ടാണ് ഈ ഇൻഡസിൻ്റെ 6 നദികളും 5 ഉപനദികളും കൈവഴികളും ഇൻഡസും കൂടെ ചേർന്നുള്ള 6 നദികളാണ് ഈ ഇൻഡസ് ഈ പദ്ധതിയിലുള്ളത്. ഇതിനകത്ത് വെസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്, ജലം, ചെനാബ് എന്ന് പറയുന്ന 3 എണ്ണവും, കിഴക്കനോട്ട് ഒതുങ്ങുന്ന നദികളെന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ രവി, ബയാസ്, പിന്നെ സത്ലജ്. ഇങ്ങനെ ഇത്രയും ചേർന്ന് ഈ 6 എണ്ണം ചേർന്നിട്ടാണ് ഈ ഒരു സങ്കല്പം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ നദികളെന്ന് പറയുന്ന ഇൻഡസ്, ജലം, ചെനാബ് വെള്ളം ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അവകാശം പാകിസ്ഥാനാണ്. മറ്റേ രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത് ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഇന്ത്യക്കാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്നാലും നമുക്ക് ഈ നോൺ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയും. അതായത് ജലവൈദ്യുതി, പിന്നെ ഈ കൃഷിക്ക്, ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ മാത്രം നമുക്ക് പശ്ചിമ നദികളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാം. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ പോലും ഇതിനകത്ത് ഒരു മാറ്റവും ഇന്ത്യയോ പാകിസ്ഥാനോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഡേറ്റ പങ്കുവെക്കലെന്ന് പറയും. അതായത് 7 ദിവസം അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഈ നമ്മുടെ സ്ഥലത്തു നിന്നാണല്ലോ അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും നമ്മളതിനെപ്പറ്റി 7 ദിവസം മുന്നേ അവരെ അറിയിക്കണം. വെള്ളം എത്രയുണ്ട്, വെള്ളം തുറന്നു വിടാൻ പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർക്കും കൂടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ ലോകത്ത് നടന്നിട്ടുള്ള വെള്ളക്കരാറുകളിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് നടന്നത് എന്ന് കരുതുന്ന ഒരു കരാറാണിത്. മാത്രമല്ല ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഇതിൻ്റെ ഉയരം കൂട്ടാനോ പുതിയ തടയണകൾ പണിയാനോ ഒക്കെ പെർമിഷൻ വേണം. ആ കമ്മിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ, അതായത് അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാം, പാകിസ്ഥാനി എന്നുള്ള ടീമിന് ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള നമുക്ക് നമ്മുടെ ഒരു മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഉള്ളതിൻ്റെ ഒരു കുറച്ചും കൂടെ വലിയ ലെവൽ സങ്കല്പമാണിത്. അപകടമില്ലെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഈ ട്രീറ്റി എന്ന് പറയുന്നത്. 1960 ചെയ്ത ഒരു ട്രീറ്റി. ഇത് നമ്മൾ യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും ഇത് ഭംഗിയായിട്ട് പാലിച്ചു പോന്നിരുന്ന കാര്യവും ഞാൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴത്തെ ഈ നമ്മുടെ പഹൽഗാം അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് അത് പാകിസ്ഥാന് പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് അവരാണിത് ചെയ്തിരിക്കുന്നതെന്ന് ഉള്ള ഒരു ധാരണയിൽ വളരെ ശക്തമായ നടപടികൾ എടുത്തതിൻ്റെ കൂടെ എടുത്ത ഒരു നടപടിയാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞാൽ പോലും എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാനാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, രവി, ചെനാബ്, ജലം നദികളിൽ ഈ ഉദാഹരണത്തിന് രവി എന്ന് പറയുന്ന നദിയിൽ നമ്മൾ 2025 മാർച്ചോടുകൂടി അവിടുത്തെ ഒരു ഡാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ ഇന്ത്യക്കകത്ത് ഉപയോഗിക്കാൻ ഇപ്പം നമുക്കാകും, വേണമെന്ന് വെച്ചാൽ തുറന്നു വിടാതെ ഉപയോഗിക്കാനാകും. അതേസമയം നമുക്ക് തൽക്കാലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി മേളിലോട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ, ഇന്ത്യൻ ഭാഗത്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ചെനാബിൽ തന്നെ ബാങ്കിഹാർ എന്ന് പറയുന്ന 2 അതൊരെണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെനാബിൽ തന്നെ പക്കൽ ദുൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു 2 ഡാമുകളുണ്ട്. അത് ഒന്ന് ഓപ്പറേഷനിലാണ്. ആദ്യം പറഞ്ഞത് ഓപ്പറേഷനിലാണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, അതിനകത്തൊരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ
നമുക്ക് വെള്ളം ദിവസം പ്രതിയുള്ള വെള്ളം ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ചുരുക്കം പറഞ്ഞാൽ എപ്പോഴും പകൽ സമയത്താണ് കൃഷിക്കൊക്കെ ഉപയോഗിക്കുക. ഇത് പകൽ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, 24 മണിക്കൂർ കൂടുതൽ തടഞ്ഞു നിർത്താൻ പറ്റിയില്ലെങ്കിലും പകൽ വെള്ളം കൊടുക്കാതെ രാത്രി വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെനക്കെടുത്താൻ പറ്റും. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഈ വെള്ളം കൺട്രോൾ ചെയ്യണതിനകത്ത് വലിയ ഡാമുകൾ കെട്ടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ പോണ്ടേജ് എന്ന് പറയുന്ന വെള്ളം കെട്ടി നിർത്തുന്ന ചെറിയ ചെറിയ തടയണകളുണ്ട്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിനേക്കാളും ചെറുത്. അതുപോലെ തന്നെ ബരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമുണ്ട്, BARRAGE. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ വെള്ളത്തിൻ്റെ കൺട്രോളിങ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പക്കൽദൽ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം 85% നമ്മുടെ സൈഡിൽ 85% ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു. 2026 ആകുമ്പോഴത്തേക്ക് ഇവർ ഈ റാബി സീസണിൽ വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവരുടെ പണി കഴിയും. നമുക്കറിയാം പാകിസ്ഥാനിൽ വലിയ ദാരിദ്ര്യവും ഭക്ഷണത്തിന് ക്ഷാമവും ഒക്കെ നേരിടുന്ന ഒരു രാജ്യമാണ്. അവിടെ ഈ വെള്ളം അവരിപ്പം അവർക്ക് ഉപയോഗിക്കാവുന്ന വെള്ളത്തിൻ്റെ 90% ഉപയോഗിച്ചിട്ടാണ് ഈ ഗതികേട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിനകത്തൊരു 3% കുറവ് വരുത്താൻ അവരുടെ പണി കഴിയും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഉടനെ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ബർസാർ എന്ന് പറഞ്ഞ വേറൊരു ഡാമുണ്ട്. അതിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഇന്നലെ തന്നെ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന്. അതിനകത്ത് 2.5 ബില്യൺ വെള്ളം, ഏറ്റവും വലിയ ഒരു സ്റ്റോറേജ് സംവിധാനമാണ്. അതൊരു സീസൺ മുഴുവനുള്ള വെള്ളം വേണമെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും. അത് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷിൻ ഗംഗ എന്ന് പറയുന്ന ഒരു സംവിധാനത്ത് ഓപ്പറേഷനിലായിട്ടുള്ളതുണ്ട്. ഇതിനകത്ത് അവർക്ക് ഗതികേട് വരുന്ന സമയത്ത് അതായത് വെള്ളത്തിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പാക്റ്റ് എന്ന് പറയും, ഇതിപ്പോൾ എത്ര നാൾ നിൽക്കും ഞാൻ വിചാരിക്കുന്നത് പാകിസ്ഥാന് ഒരു കടുത്ത പ്രഷർ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു യുദ്ധത്തിൽ തൊട്ട് കുറഞ്ഞ ഒരു പരിപാടി. ഇപ്പം പെട്ടെന്നൊന്നും വലുതായിട്ട് സംഭവം, അതായത് ഇപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് വലിയ വ്യത്യാസമൊന്നും പാകിസ്ഥാനിലോട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിൽ വരാൻ പോകുന്നില്ല. പക്ഷേ അത് അവർക്കൊരു കംപ്ലീറ്റ് ഭയവും അവിടെ എന്തിനീ ചെയ്യണമെങ്കിലും ഒന്നിനും ഒരു ഉറപ്പില്ല, ഒരു കൃഷിക്ക് ഉറപ്പില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളത്. അവിടെ നിക്ഷേപം, ആ ഏരിയയിലൊക്കെ ഉള്ള നിക്ഷേപങ്ങൾ കംപ്ലീറ്റ് ആളുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു 3 മുതൽ 5 വർഷം വരെ നമ്മൾ കാലയളവ് നോക്കുകയാണെങ്കിൽ ഈ ഫാക്കൽ ഡാം എന്ന് പറയുന്ന ഡാം നമുക്ക് കംപ്ലീഷനാവും. രവി എന്ന് പറയുന്നതിനകത്ത് തടയുണ്ടാക്കിയിട്ട് ഈ റാബി സീസണിൽ പാകിസ്ഥാനിലോട്ട് റാബി സീസണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസൺ. റാബി സീസണിൽ അവരുടെ വയലുകളിലോട്ട് അവരുടെ കൃഷിയിടങ്ങളിലോട്ട് വെള്ളത്തിൻ്റെ പ്രവാഹം 3% കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് $multi-billion കാർഷിക ഇതിനകത്ത് കുറവുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നേരെ മറിച്ച് 5 വർഷം കൂടെ കഴിയുകയാണെങ്കിൽ, അതായത് ഇന്ന് തുടങ്ങി 5 വർഷം കൂടെ കഴിയുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പണി കഴിയും വെള്ളത്തിൻ്റെ കാര്യത്തിന്. വെച്ചാൽ അപ്പോഴത്തേക്കും നമ്മുടെ ഡാമുകൾ, ഈ 3-4 ഡാമുകൾ റെഡിയായി വരാനുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വൻ പ്രശ്നമാവും. അതായത് ഈ പാകിസ്ഥാന് ഒരു ശരിക്കും പ്രശ്നം ഉണ്ടാക്കണ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് മാത്രമാണ് നമുക്കതിനെ തടയിടാൻ പറ്റുന്നത്. ഇത്രയും നാളും നമ്മൾ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു, പുതിയതായിട്ട് ഹൈറ്റ് കൂട്ടണമെങ്കിൽ പ്രശ്നം, പുതിയ ഡാം കിട്ടണമെങ്കിൽ പ്രശ്നം. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രോഗ്രാം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ട്രീറ്റ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നാണ് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഈ കൃഷിയിടത്തിനകത്ത് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സീസണൽ സ്റ്റോറേജ് എന്ന് പറയും. നമ്മൾ മൺസൂണിൽ കൃഷിക്ക് വേണ്ടിയുള്ള ഡാമുകൾ മൺസൂൺ സമയത്ത് നമ്മൾ വെള്ളം ഡാമുകൾ ശേഖരിച്ച് വെച്ചിട്ട് പിന്നീടാണ് തുറന്നു വിടുക. അപ്പം നമുക്ക് ഡാം കെട്ടി നിർത്തണമെങ്കിൽ മേളിലോട്ട് നമ്മുടെ ഇന്ത്യൻ സൈഡിൽ ഡാമിന് സ്റ്റോർ ചെയ്യാനുള്ളൊരു സംവിധാനം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലം അതില്ല. അപ്പം മാത്രമല്ല ഈ ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം തന്നെ രാവിലെയും വൈകുന്നേരവും ഉള്ള ഫ്ലോ മാറ്റിക്കഴിഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, ഇതൊരു വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ്, നമ്മൾ കേൾക്കുമ്പം എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇത് വലിയ എഞ്ചിനീയറിംഗ് വാട്ടർ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഈ വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യണത്. അല്ലെങ്കിൽ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാണ്.
അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് ഒരു കൈവഴിയിൽ നിന്ന് അടുത്ത കൈവഴിയിലോട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഇന്റർ ബേസിൻ ഡൈവേർഷൻ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കിഷൻ ഗംഗ എന്ന് പറയുന്ന കൈവഴിയിൽ നിന്ന് അവിടുന്ന് ജലം കാശ്മീരിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ മാത്രമല്ല, ഇവർക്ക് കംപ്ലീറ്റ് ഡേറ്റ ബ്ലാക്ക് ഔട്ട് വരും. അതായത് നമ്മളുമായിട്ട് സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് എപ്പോൾ തുറന്നു വിടും, എപ്പോൾ തുറന്നു വിടില്ല എന്നൊക്കെ വെച്ചിട്ട് അവരെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ സിമ്പിൾ സംഭവമല്ല. അപ്പോൾ പിന്നെ പാകിസ്ഥാനിലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ സൈഡിലുള്ള ഡാമുകൾ കെട്ടി അതിന് പ്രോപ്പറായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇതൊന്നും അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് അവിടെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രകൃതി എന്ന് പറയുന്നത് ലോലമാണെന്ന് പറയും. അതായത് വലിയ ഡാമുകൾ നമ്മുടെ ഇന്ത്യൻ സൈഡിൽ കെട്ടണമെങ്കിൽ പോലും അതത്ര എളുപ്പമല്ല. അത് ഭൂപ്രകൃതി ഒന്ന് അവിടെ മലമ്പ്രദേശങ്ങളാണ്, രണ്ട് നമ്മുടെ അവിടുത്തെ ഭൂപ്രകൃതി അത്ര ശരിയല്ല, രണ്ട് വലിയ ഡാമുകൾ കെട്ടിയാൽ ഭൂകമ്പ ഭീഷണി ഉണ്ടാവും, വലിയ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഒരു ഡാം കെട്ടുക എന്നൊക്കെ പറയുന്നതും വലിയ എക്സ്പെൻസീവായിട്ടുള്ള പരിപാടികളാണ്. അതേസമയം അവർ അത് ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ അത് വേൾഡ് ബാങ്കിലും ഒക്കെ അവർ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. ലോകരാജ്യങ്ങൾ കുറെ കഴിയുമ്പോൾ നമ്മളടുത്ത് സമ്മർദ്ദം വരുത്താനുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചൈന നമുക്കിട്ട് മറ്റേ സൈഡിൽ പണി തരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അവിടെ നിന്നും വെള്ളം നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. അവർ ഡാം കെട്ടിയാൽ പ്രശ്നമാകും. അത് ചെയ്യോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയുന്നത്, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒട്ടും സിമ്പിളായ കാര്യമല്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുകയാണ് നാളെ രാവിലെ തുടങ്ങി ഇവിടുത്തെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഡാമുകൾ നമുക്കില്ല. ഡാമുകളുണ്ട്. അത് വളരെ ഈ 1960 മുതലുള്ള ട്രീറ്റി ഉള്ളത് കൊണ്ട് പാകിസ്ഥാനിലോട്ട് ജലം തുറന്ന് വിടാനുള്ള സംവിധാനമാണ്, കൺട്രോൾഡായിട്ട് തുറന്ന് വിടാനുള്ള സംവിധാനമാണ് നമുക്കുള്ളത്. നമുക്ക് ഈ കംപ്ലീറ്റ് വെള്ളത്തിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ, പാകിസ്ഥാനിലോട്ട് വെള്ളം കൊടുക്കാതിരിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പലതും ഇത് വളരെ നാളുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് പല ഡാമുകളും തന്ത്രപരമായി ഉണ്ടാക്കി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തടയണ എന്ന് പറഞ്ഞാൽ ചെറിയ തടയണ എന്നല്ല, ഡാമിൻ്റെ അത്രയും വലിപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു 5 വർഷം കൊണ്ട് പാകിസ്ഥാൻ്റെ പണി കഴിക്കാൻ പറ്റും, ഇന്ത്യക്ക് പറ്റും എന്നുള്ളത് സത്യമാണ്. ഒരു 3 വർഷമെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ശല്യം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇവരുടെ വിളകളൊക്കെ നശിച്ചു പോകുന്ന വിധത്തിലൊക്കെ പല ശല്യങ്ങളും ഉണ്ടാക്കാൻ ഇപ്പോഴും പറ്റും. പക്ഷേ സീരിയസ് ആയിട്ടൊരു പ്രശ്നം പാകിസ്ഥാൻ ഉണ്ടാക്കണമെങ്കിൽ 3 വർഷമെങ്കിലും എടുക്കും. ഇതാണ് ഇതിൻ്റെ സത്യം. പലരും കാര്യം അറിയാതെ നാളെ തുടങ്ങി പാകിസ്ഥാന് വെള്ളം കിട്ടത്തില്ല, അവിടെ കൃഷി ഉണ്ടാവില്ല, അവിടെ വൈദ്യുതി ഉണ്ടാവില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ ഇതൊരു വലിയ പ്രഷറാണ്. പാകിസ്ഥാൻ്റെ പുറത്ത് ഇന്ത്യ ചെലുത്തുന്ന ഒരു യുദ്ധത്തിൽ തൊട്ട് താഴെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഭാവിയിലൊരു 3-4 ലോക മഹായുദ്ധം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യം ഏകദേശം ഒത്തുവരുന്നത് പോലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരിക. വലിയ ബുദ്ധിമുട്ടാകും അവർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാൻ മനസ്സിലാക്കിയതും നമുക്കിതൊക്കെ ഇൻ്റർനെറ്റിൽ നമ്മളൊരു ഡീപ്പ് സെർച്ച് നടത്തുകയാണെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കും ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ബോധ്യപ്പെടും. അപ്പോൾ അതാണ് നീതു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നീതു ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. സാർ പറഞ്ഞതുപോലെ ഒരു സംശയം ബാക്കി നിൽക്കുന്നത് അപ്പോഴും ഈ രീതിയിലൊക്കെ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്ര കാലം, വിനോദ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്ര കാലം ഈ ഒരു സമ്മർദ്ദം അവർക്ക് മേൽ ചെലുത്താൻ സാധിക്കും? ഈ കരാർ റദ്ദാക്കുന്നു എന്ന തീരുമാനം ഇന്ത്യക്ക് എത്ര കാലത്തോളം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് പ്രയാസമാണ്. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ട് പാകിസ്ഥാനിൽ വരുന്നതെന്ന് വെച്ചോ, നാച്ചുറലി മറ്റേ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ യുദ്ധങ്ങൾ വരുമ്പോൾ നിർത്തണമെന്ന് പറയുന്ന പോലെ ഇതും പറയും. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ എന്താണ്, എല്ലാ പ്രാവശ്യവും നമുക്കിട്ടാണ് പണി, നമ്മളാണ് സഹിഷ്ണുത. അതിന് ഒരു വ്യത്യാസം വന്നതിന് മോദി വന്നതിന് ശേഷമാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നെങ്കിലും പറയും. ഇത് അടുത്ത ഒരു ജലയുദ്ധ തന്ത്രമാണ് ഇപ്പം നമ്മൾ പയറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പണി കഴിയും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. എന്ന് വെച്ചാൽ അവിടെ വരൾച്ച ഉണ്ടാവും, ഇപ്പോഴല്ല ഒരു 5 വർഷത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പലതും പോസിബിളാണ്. ചെയ്യോ ഇല്ല എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഇവിടെ കയ്യിലിരിപ്പനുസരിച്ചിരിക്കും. എന്തായാലും വ്യക്തമാണ് വിനോദ് സാർ. സിന്ധു നദീജല കരാർ റദ്ദാക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തിരിക്കുന്നത്, പാകിസ്ഥാന് മേൽ മറ്റു നടപടികളും വിസ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഈ കരാർ റദ്ദാക്കിയ നടപടി വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.